ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മൾ നിയോഗമായിട്ട് പ്രാർത്ഥിക്കുന്നത് സുശീലയുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, രജിയുടെ സൗഖ്യത്തിന് വേണ്ടി, നിഷയുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി, ഇമ്മാനുവലിൻ്റെ പഠനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, സന്ധ്യയുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, ജാൻസി ഓമനപ്പുഴയുടെ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി, ആനിയുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മെറിൻ്റെ എല്ലാ പൊതുവായ നിയോഗങ്ങൾക്ക് വേണ്ടി, മറിയാമ്മയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, ജയദിനമ്മയുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി, ത്രേസ്യാമ്മയുടെ തുമ്പോളി മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടി, ജോഫിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, ഈ 12 പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് നമ്മളിന്ന് സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ കാഴ്ചവെക്കുന്നത്. നിങ്ങളും എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലണം. ഈ പ്രാർത്ഥനയിലൂടെ വലിയ ഡെലിവറൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരുമിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 28-ാം തിരുവചനം. മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. ഹാലേലുയ. വചനം പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണല്ലേ, നമ്മളെല്ലാവരും നീ ഭാഗ്യവാനാണല്ലേ, നീ ഭാഗ്യമുള്ളതാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ വചനം പറയണം, അങ്ങനെ വിളിക്കരുത്. കാരണം മരണമാണ് അവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യനാണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ വചനത്തിന് യോജിച്ച രീതിയിൽ ജീവിതം നയിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നീ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പൊതുവായ നിയോഗങ്ങളും ഇവരെഴുതിയിരിക്കുന്ന 12 നിയോഗങ്ങളും ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.